ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ CST ഏരിയ കവർ ചെയ്തു. ഇന്ത്യ ഗേറ്റ് കണ്ടു, അല്ല ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു. എപ്പോഴും മാറിപ്പോണൂല. നേരത്തെ ഞാനും പറഞ്ഞായിരുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു, താജ് ഹോട്ടൽ കണ്ടു. അതിൻ്റെ അടുത്ത് ഒബെറോയ് ഹോട്ടലാണോ അതോ താജിൻ്റെ തന്നെ ഹോട്ടലാണോന്ന് അറിയില്ല കേട്ടോ, കൺഫ്യൂഷനാണ്. പിന്നെ കൊളാബ മാർക്കറ്റിൽ പോയി. നമ്മൾ ആ ലിയോപോൾ കഫേയിൽ ബുള്ളറ്റ് ഉണ്ട് 2611. പിന്നെ നമ്മൾ കണ്ടതാണ് നമ്മുടെ വസ്തു സംഗ്രഹാലയം ഛത്രപതി ശിവാജിയുടെ. 3 നിലയിൽ നമ്മൾ കയറി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഗൈസ്. ഒരു ഡേ ഫുൾ എടുക്കും. നമ്മൾ ഈ ആർട്ട് ഹിസ്റ്ററി ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വീഡിയോ ഗൈഡ് എടുക്കാം, അല്ലെങ്കിൽ ഓഡിയോ ഗൈഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് 1 ഡേ ഫുൾ അവിടെ ആരാംസെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പുറത്തും നമുക്ക് ചിൽഡ്രൻസ് മ്യൂസിയം ഉണ്ട്. അതിലോട്ട് നമ്മൾ കയറിയില്ല, കാരണം നമ്മുടെ ബസ്സിൻ്റെ ടൈം ആയി കഴിഞ്ഞു. 1:25 ഒരു ദിവസം വേണം ഫുള്ള് കാണണം. അതെ അതെ, ഒരു ഏരിയ വെച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് പോകുന്നു കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി. നമുക്ക് എന്തായാലും ഇനി അടുത്ത സ്പോട്ടിൽ എത്തിയിട്ട്. സോ ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, ജഹാംഗീർ ആർട്ട് ഗാലറി. ഞാനല്ല, ഇതാണ്. ബേസിക്കലി ഇതൊരു ആർട്ട് ഗാലറിയാണ്. നമ്മുടെ മുംബൈയിലുള്ള ഛോട്ടെ സെ ബഡ ആർട്ടിസ്റ്റ്സ്, അതായത് ചെറുതിൽ നിന്ന് ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് ആരായാലും നമുക്ക് പെയിൻറ്റിങ്സ് വരച്ച് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. പിന്നെ ആർട്ടിൻ്റെ എഡ്യൂക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സ്പോൺസർഷിപ്പൊക്കെ കിട്ടും. ഒരുപാട് തരം യുണീക്ക് ആർട്ട് സ്കൾപ്ചേഴ്സ് ഉണ്ട്. പേപ്പർ വെച്ചും പെയിൻറ്റിങ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയത്. ഇവിടെ ഫുള്ളതാണ്. ഇവിടുത്തെ ഓരോ പെയിൻറ്റിങ്ങും യൂണീക്ക് ആൻഡ് കളർഫുള്ളാണ്. നോക്കിയാൽ കൊളാബ മാർക്കറ്റിൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോയാണ്, which an artist has recreated. This is, I think, something made of leaf ഉണ്ട്, പേപ്പർ ഉണ്ട്, ക്ലോത്ത് ഉണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ക്രോഷേ പോലെ ത്രെഡ് വെച്ചുണ്ടാക്കിയതാണ്. ലുക്ക് അറ്റ് ദ ബ്ലൂ, നല്ല ഒരു കോറൽ ഷെയ്ഡ് ബ്ലൂ, സ്കൈ ബ്ലൂ എന്നൊക്കെ പറയാം. ഇതിലൊക്കെ ഉണ്ടാക്കി വെച്ച പാത്രങ്ങളൊക്കെ. ഓക്കെ, എവറിത്തിങ് ഈസ് ജസ്റ്റ് സോ യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ. ലോസ്റ്റ് ഇൻ ഫോൾഡ്സ്. ഓക്കെ ഗൈസ്, ഫുള്ള് സർക്യൂട്ട് വന്ന് ഉണ്ടാക്കിയതാണ്. മുംബൈയുടെ മാപ്പാണിത്. ഫുള്ള് ചിപ്പും സർക്യൂട്ടിൻ്റെ പാർട്സും മദർ ബോർഡ് അങ്ങനത്തെ സാധനങ്ങളെ വെച്ച് നോക്കി ക്രിയേറ്റീവായിട്ട് അവർ പൂക്കളൊക്കെ ഉണ്ടാക്കിയിരുന്നു. സോ പ്രിറ്റി. Very unique. These pieces are very unique. See, okay, crystal ആണ്. And look at this. ഇതൊരു ബാഗാണ് ഗൈസ്. നമ്മുടെ പെട്ടിയില്ലേ, തുറന്നിരിക്കുന്ന ഒരു ബാഗ്, മൊത്തം സാധനങ്ങൾ കൊണ്ട് കുത്തി നിറച്ചത്. എന്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാണ് നോക്കിയത്. ലുക്ക് അറ്റ് ദ കളർ, so pretty. So guys, this is gallery number 4. ഇവിടെ ഒരു ആശ എന്ന് പറഞ്ഞിട്ടൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എടുത്ത പിക്ചേഴ്സാണ്. സോ ഷീ ഡിഡ് എ ക്യാമ്പയിൻ കോൾഡ് ATR, ഓൾ ഇന്ത്യ ടൈഗർ റിസർവ്സ്. സോ അക്രോസ് ഇന്ത്യയിലുള്ള എല്ലാ ടൈഗർ റിസർവ്സിലും പോയിട്ട് ഷീ ടുക്ക് പിക്ചേഴ്സ്. അതാണിവിടെ. സോ ബേസിക്കലി ഈ ആർട്ട് ഗാലറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദർ ആർ ഡിഫറെൻറ്റ് ഹാൾസ് ഓർ ഗാലറീസ് വേറെ നമുക്ക് പോയി എക്സിബിഷൻ നടത്താൻ പറ്റും. സോ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞതുപോലെ ആശ ഇസ് എ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. സോ അവർ ചെയ്തതുപോലെയും ബാക്കിയുള്ള ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ മുകളിലും താഴെയായിട്ട് കണ്ടത്. സോ നമ്മൾ മാർബിൾ ആൻഡ് സ്കൾപ്ചേഴ്സ് ഒക്കെ കണ്ടില്ലേ ഇപ്പോൾ നേരത്തെ, കുറച്ച് നല്ല ബ്ലൂ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തത് പ്രേരണ പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റാണ്. This is special, limited edition art campaign that is run by Asha. Photography. It's really nice. It's beautiful. You should all experience this. So Jahangir Art Gallery തന്നെ ഇനിഷ്യേറ്റീവാണ് ഈ ആർട്ട് പ്ലാസ. So outside any artist can come up and sell their photos, paintings, etc.
എൻ്റെ ഫോട്ടോ വയ്ക്കുമോ അല്ലേ ഇവിടെ? നിന്നെ ഒരു പോർട്രേറ്റ് വരയ്ക്കാൻ പറയാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറയാം. നല്ലൊരു ഐഡിയ. എൻ്റെ ഫോട്ടോ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ നല്ല സെയിൽസ് വരും. എത്ര കോപ്പീസ് സെല്ലാവും അറിയോ? അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുമല്ലോ. അതാണ് ആ മൈൻഡ് നോക്കിയ ഗൈസ്. നന്മയുള്ള ലോകമേ, ഇറ്റ്സ് സോ നൈസ്. നോക്കിയേ, ബ്യൂട്ടിഫുൾ. जानते हैं आप लोग शेयर बाजार की सबसे शरीफ आदमी कौन है? पता है किसी को? देखिए अंकल ने सही जवाब दिया, हर्षद मेहता, क्योंकि शरीफ आदमी को ही पहचान सकता है. ഇതാണ് കേട്ടോ ഇവിടുത്തെ अनिल कपूर की नायक पिक्चर देखी होगी आप? बिल्डिंग के गैप में से देखना राइट साइड, जो हमारे इंडिया टीम के लिए काफी लकी ग्राउंड माना जाता है. लकी इसलिए मानते हैं क्योंकि 80% इसी ग्राउंड में मैच हार जाती है और 20% का भरोसा नहीं होता. വാങ്കഡെ സ്റ്റേഡിയം 2011 का वर्ल्ड कप जीता है. ഇടയിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം ഷോപ്പിലാണ് വന്നേക്കുന്നത്. റുസ്തം ആൻഡ് കോ എന്നാണ് അതിൻ്റെ പേര്. ഒരു 80 വയസ്സായ ലേഡിയാണ് ഇതിൻ്റെ ഓണർ. സോ ഷീ മേക്സ് ദ ബെസ്റ്റ് ഐസ്ക്രീംസ്. കുറേ വർഷങ്ങളായിട്ട് ഇതുണ്ട് ഇവിടെ. ഇതാണ് ഇവിടെയുള്ള ഫ്ലേവേഴ്സ്. 30 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ഇവിടുത്തെ ഐറ്റംസിൻ്റെ പ്രൈസ്. സോ കിട്ടി ഗൈസ്. നമ്മുടെ ഡ്രൈവർ ചേട്ടന് ഒരെണ്ണം മേടിച്ചു കേട്ടോ. വാനില, ഫ്രഷ് സ്ട്രോബെറി ആൻഡ് ചോക്കോനട്ട് ചിക്കു പറഞ്ഞു, ഫ്രഷ് സ്ട്രോബെറി ഞാൻ പറഞ്ഞു. സോ ചിക്കു ട്രൈ ചെയ്യാൻ പോവാണ്. രാവിലെ മുതൽ നല്ല വിശന്നിരിക്കുവാണ്, അതുകൊണ്ട് ആദ്യമായിട്ട് സമോസ കഴിഞ്ഞ് ഐസ്ക്രീമാണ് കേട്ടോ. എങ്ങനെയുണ്ട്? എന്തൊക്കെയാ ചെയ്യണേന്ന് നോക്കിയേ. സോ നമ്മുടെ രണ്ടാമത്തെ ഡീ ടൂർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഐസ്ക്രീം കഴിക്കണമായിരുന്നു റുസ്തം ഗീയുടെ. ആൻഡ് ഇവിടെ ഇരിക്കണമായിരുന്നു. ദിസ് ഈസ് ക്വീൻസ് നെക്ലേസ് അഥവാ മറൈൻ ഡ്രൈവ് ഓഫ് മുംബൈ. രാത്രി കാണാൻ നല്ല കുറച്ചുകൂടി രസമാണ്. വൈകിട്ട് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ കപ്പിൾസ് ആണ്. സോ നമ്മളും ഒരു കപ്പിളായിട്ട് ഇവിടെ വന്ന് ഇരുന്നില്ല എന്ന് വേണ്ട. ഇനി നമ്മൾ നട്ട് വെയിലത്ത്, ബട്ട് ഇറ്റ്സ് ഓൾ വർത്ത് ഇറ്റ്. ഇതാണ് കോസ്റ്റർ ഹൗസ്. ഫോറിൻ കൺട്രീസിൽ മാത്രം കണ്ടുവരുന്നത്. അതെ, ഫോറിൻ കൺട്രീസിൽ മാത്രം കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മുടെ മുംബൈയിലുണ്ട്. ഇതാണ് അംബാനിയുടെ വീട്. ആന്റില ടവേഴ്സ്. അംബാനി എവിടെ ഇരുന്ന് ഹായ് കാണിക്കുന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മഹാലക്ഷ്മി മന്ദിർ. മുംബൈയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിൾ ആണിത്. സോ അമ്പലത്തിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. സോ അത് കാണിക്കാൻ പറ്റില്ല. നമ്മളെന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മന്ദിർ ദർശനം കഴിഞ്ഞു. നല്ല തിരക്കുണ്ട് കേട്ടോ. വീക്കെൻഡ് കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ എനിക്കോ കുറേ നേരം നിന്ന് ദർശനം കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത സിദ്ധിവിനായക് മന്ദിറാണ്. നല്ല ടാനായി, നല്ല വെയിലുണ്ട്. സോ അടുത്തത് സിദ്ധിവിനായക് ടെമ്പിൾ ആണ്. അവിടെ പോയിട്ടാണ് നമുക്ക് ലഞ്ച്. നമ്മൾ ആഹാരം കഴിച്ചത് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല, കാരണം പണ്ടാരടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈസ്
സിദ്ധി വിനായക ടെമ്പിൾ. നല്ല ക്യൂ ഉണ്ട് ഇവിടെ. നമ്മൾ എന്തായാലും അകത്തേക്ക് അലൗഡ് അല്ല. ബാഗും ഫോണും ഈവൻ വെള്ളം എല്ലാം പുറത്ത് വെച്ചിട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്തായാലും പോയി തൊഴുതിട്ട് വരാം. പുറത്തുള്ള വ്യൂ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സോ ഗൈസ്, ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാം കേട്ടോ. ഇവിടെ കുറേ മരങ്ങളുണ്ട്. നമ്മളിതേ അങ്ങ് അറ്റം പോയിട്ട് വേണം അകത്ത് കയറാൻ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ, സൽമാൻ ഖാൻ്റെ ഗാലക്സി അപ്പാർട്ട്മെൻറ്റ്സ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് our Mumbai Darshan video part 1 and part 2. Keep supporting Laska Vlogs and don't forget to like, share, comment and subscribe our channel.